ഈ ഇഡിക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് സതീശനെ ചോദ്യം ചെയ്തില്ല? 15 കോടി ഉറുപ്പിക എന്റെ കൺമുമ്പിലൂടെ ചാക്ക് കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവരികയും പല സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് കൃത്യമായിട്ട് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞ ഒരു ഓഫീസ് സെക്രട്ടറി, ബിജെപിയുടെ ഓഫീസ് സെക്രട്ടറിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല ഇന്നേവരെ? ഇതാണ് ഇഡി. ഇപ്പോഴേ ഏറ്റവും അവസാനമായി പി സി ജോർജ് പറഞ്ഞല്ലോ. പി സി ജോർജ് പറഞ്ഞെന്താ? എന്റെ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബിജെപിക്കാർ തയ്യാറാക്കിയ കണക്ക് 4.5 കോടി ഉറുപ്പികയുടെ ചെലവാണ്. 4.5 കോടി. പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്നതിന്റെ എത്രയോ ഇരട്ടി പണം ഉപയോഗിച്ചിരിക്കുന്നു. ആ കണക്ക് ഞാൻ വായിച്ചപ്പോൾ ചിരിച്ചുപോയി. ഓരോന്നിന്റെയും പെരുപ്പിച്ച കണക്കായിരുന്നു. 4.5 കോടിയാണ് ഇവിടെ ചെലവാക്കിയത് എന്ന് അദ്ദേഹം പറയാണ്. പിന്നീട് ബിജെപി നേതൃത്വം ഇടപെട്ടിട്ട് അദ്ദേഹത്തെ വായ മൂടിക്കെട്ടി. എന്നിട്ടത് തിരുത്തി, അല്ലെങ്കിൽ പറയുന്നത് വ്യത്യസ്തമായിട്ട് പറഞ്ഞു. ഇതൊരു ഭാഗം. കേസുണ്ടോ ഇഡിയുടെ പോയെ? ഇവിടെ ഈ 4.5 കോടി എന്ന് പറയുന്നത് കള്ളപ്പണല്ലേ? അത് വെള്ളപ്പണമായിട്ടല്ലേ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബിജെപി? ഇതേതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലാണോ? കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളിൽ അവർ എ ക്ലാസ് എന്ന് രേഖപ്പെടുത്തിയ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 4-5 കോടി ഉറുപ്പികയല്ലേ ചെലവാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത്? കള്ളപ്പണം അല്ലാണ്ട് വെള്ളപ്പണമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പല്ല ഞാൻ പറഞ്ഞത്, അതിനു മുമ്പ് ആ പുറത്തു വന്ന വിവരം നിങ്ങൾക്കെല്ലാം അറിയാം. തരൂർ സതീശൻ എന്ന് പറയുന്ന ഓഫീസ് സെക്രട്ടറി, വേറെ ആരും കേട്ടോ, ബിജെപിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന തിരൂർ സതീശൻ പറഞ്ഞു ചാക്ക് കെട്ടിയിട്ടാണ് പണം കൊണ്ടുവന്നത്. എത്ര? 15 കോടി. 15 കോടി ഉറുപ്പിക ബിജെപിയുടെ ഓഫീസിൽ ചാക്ക് കെട്ടി കൊണ്ടുവന്നു എന്നാണ്. ഞാനത് എടുത്തു കൊണ്ടുവന്നിട്ട് അവിടെ നിർത്തി കൊടുത്തു. എന്നിട്ട് പലരും കൊണ്ടുപോയി. കള്ളപ്പണല്ലേ? വല്ല നിയമവും അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാടെടുത്തോ ബിജെപിക്കെതിരായിട്ട്? ഞങ്ങളെല്ലാം പറഞ്ഞല്ലോ, ഇതുപോലുള്ള സംഭവ പരമ്പരകളാണ്. അതിശക്തിയായ രീതിയിൽ ഇടപെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചോ? അതേ ഓഫീസിലാണ് ഇപ്രാവശ്യം 25 കോടി ഇടപാട് നടന്നത്. 25 കോടി. നേരത്തെ പറഞ്ഞ ഓഫീസ് സെക്രട്ടറിയെ പുറത്താക്കി. അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ ചോദ്യം ചെയ്തോ? ഞാൻ ചോദിക്കുകയാണ്, ഇഡി എന്ന് പറയുന്ന ഈ വിഭാഗം വലിയ സത്യസന്ധന്മാരായി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണല്ലോ ഇപ്പോ പത്രക്കുറിപ്പ് ഇറക്കിയിട്ട്. ഞാൻ അവരോട് ചോദിക്കുകയാണ്, ഈ ഇഡിക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് സതീശനെ ചോദ്യം ചെയ്തില്ല? 15 കോടി ഉറുപ്പിക എന്റെ കൺമുമ്പിലൂടെ ചാക്ക് കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവരികയും പല സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് കൃത്യമായിട്ട് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞ ഒരു ഓഫീസ് സെക്രട്ടറി, ബിജെപിയുടെ ഓഫീസ് സെക്രട്ടറിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല ഇന്നേവരെ? ഇതാണ് ഇഡി. ഇപ്രാവശ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വീണ്ടും പറഞ്ഞു 25 കോടി. അത് ഓഫീസ് സെക്രട്ടറി തന്നെ. ആ ഓഫീസ് സെക്രട്ടറിയെ പുറത്താക്കി. ആ ഓഫീസ് സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മൺമുമ്പിലൂടെയാണ് ഈ 25 കോടി ഉറുപ്പിക കൈമാറ്റം ചെയ്യപ്പെട്ടത്. എന്തേ ചോദ്യം ചെയ്യാതെ ഇഡി?